ഭരണാധികാരികളുടെ ഓഫീസിലേക്കോ വസതിയിലേക്കോ ഒക്കെ അതിഥികൾ വന്നെത്തുമ്പോൾ അവരോട് മാന്യമായി പെരുമാറുകയും അവർ സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ എന്താണ് അതിലൊരു തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1947 ദേശീയ ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് എന്ന് പറഞ്ഞ പോർട്ട്ഫോളിയോ ഏൽപ്പിച്ചത് ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. അദ്ദേഹം അന്ന് ഹിന്ദു മഹാസഭ നേതാവായിരുന്നു. പിന്നെ ഈ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാരും അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ചില ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി വൃദ്ധാശ്രമം നടത്തുന്ന ചില ആളുകളുടെ പരാമർശങ്ങളൊക്കെ അതൊക്കെ അവഗണിച്ച് വിടാവുന്നേ ഉള്ളൂ. ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് സ്വീകരിക്കേണ്ട ഉപചാര മര്യാദകൾ അതൊരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ഈ ആശയങ്ങളും നിലപാടുകളുമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയെ ഈ രൂപത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് മലയാളി അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനും ആശ്രയിക്കാനും പിന്തുണക്കാനും ഒക്കെ കാരണം. അങ്ങനെ ഒന്ന് ബലി കഴിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തുഷാർ വെള്ളാപ്പള്ളി സന്ദർശിച്ച ഒരു വിഷയമുണ്ടല്ലോ, അപ്പോൾ അത് കോൺഗ്രസിൻ്റെ അകത്തുനിന്ന് തന്നെ വലിയ വിവാദമാക്കുകയാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം. നേരത്തെ സ്വീകരിച്ച ഒരു നിലപാടുണ്ട്, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നരേശനെതിരെ, തുഷാർ വെള്ളാപ്പള്ളിക്കെതിരെ. ആ നിലപാടിൽ നിന്നും വ്യതിചലിക്കുകയാണ് വി.ഡി. സതീശൻ എന്നാണ് ആരോപണവും ആക്ഷേപവും. എങ്ങനെയാണ് അത്തരം ആരോപണങ്ങളെ കാണുന്നത്? ഈ ഭരണാധികാരികൾ ഉയർത്തിപ്പിടിക്കേണ്ട ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഉണ്ട്. ഭരണാധികാരികളുടെ ഓഫീസിലേക്കോ വസതിയിലേക്കോ ഒക്കെ അതിഥികൾ വന്നെത്തുമ്പോൾ അവരോട് മാന്യമായി പെരുമാറുകയും അവർ സ്വീകരിക്കുകയും ചെയ്യുന്നതിൽ എന്താണ് അതിലൊരു തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിൽ കോൺഗ്രസിൽ തന്നെ ഇതിന് മുൻ മാതൃകകളുണ്ട്. അപ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1947 ദേശീയ ഗവൺമെൻറ് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് എന്ന് പറഞ്ഞ പോർട്ട്ഫോളിയോ ഏൽപ്പിച്ചത് ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. അദ്ദേഹം അന്ന് ഹിന്ദു മഹാസഭ നേതാവായിരുന്നു. 48 ഗാന്ധി വധത്തിനിടയിലൊക്കെ ശ്യാമപ്രസാദ് മുഖർജി ദേശീയ ഗവൺമെൻറ്റിലെ മന്ത്രിയായിരുന്നു. 1950 അദ്ദേഹം രാജിവെച്ചൊഴിഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രീസിഡൻസ് ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. അപ്പോൾ നെഹ്റുവിൻ്റെയൊക്കെ റെഫറൻസുകൾ ഒക്കെയാണ് ഇതിനകത്ത് മാതൃക എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഈ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാരും അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ചില ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി വൃദ്ധാശ്രമം നടത്തുന്ന ചില ആളുകളുടെ പരാമർശങ്ങളൊക്കെ അതൊക്കെ അവഗണിച്ച് വിടാവുന്നേ ഉള്ളൂ. പനമ്പള്ളി പറഞ്ഞതുപോലെ തറവാട് ഭാഗം വെക്കുമ്പോൾ കിണ്ടിയും കുളാമ്പിയൊന്നും ആരും അന്വേഷിക്കാറോ പരിഗണിക്കാറോ ഒന്നുമില്ലല്ലോ. മറ്റൊന്ന്, ഒരുപക്ഷെ ഇങ്ങനെ ഒരു വിമർശനം വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ വി.ഡി. പഴയ നിലപാടിൽ നിന്നും, ഉറച്ച നിലപാട് അങ്ങനെയാണല്ലോ പൊതുവെ മുഖ്യമന്ത്രിയെ ജനങ്ങൾ കാണുന്നതും പൊതു വിലയിരുത്തലും, ആ നിലപാടിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തുന്നുണ്ടോ? ഈ ആശയങ്ങളും നിലപാടുകളുമാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയെ ഈ രൂപത്തിൽ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അതാണ് മലയാളി അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനും ആശ്രയിക്കാനും പിന്തുണക്കാനും ഒക്കെ കാരണം. അങ്ങനെ ഒന്ന് ബലി കഴിച്ച് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങനെ അതാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. അദ്ദേഹം ഉണ്ടാക്കുന്നൊരു ഫീൽ അതാണ്. അതിലൊരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതൊക്കെ ഈ ആശയപരമായ ബോധ്യങ്ങളൊക്കെ അത് ആപേക്ഷികമല്ല, അത് സ്ഥായിയായ ഉറച്ച നിലപാടുകളാണ്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതിന് പാഷനേറ്റായിട്ട് രാഷ്ട്രീയത്തെ കാണുന്ന ഒരാൾക്ക് ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കുകയില്ല. ഈ കോൺഗ്രസിനകത്ത് പ്രധാനപ്പെട്ട നേതാവല്ലെങ്കിലും ഒരു മാധ്യമ ചർച്ചകൾക്ക് പോകുന്ന ഒരു നേതാവ് വിമർശനവുമായി പരസ്യമായി രംഗത്ത് വരുന്നത്, അത് ഗൗരവത്തോടെ കാണേണ്ടതല്ലേ? അത് പിന്നീട് മറ്റുള്ളവരും ഏറ്റെടുക്കില്ലേ, പ്രവർത്തകരും കൂടെ ഏറ്റെടുക്കില്ലേ? അങ്ങനെ ഞാൻ നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. അതങ്ങനെ അത്ര വലിയ, ഞാനും അത് നിങ്ങളിങ്ങനെ പറയുമ്പോഴാണ് നമ്മുടെയും ഒരു ശ്രദ്ധയിലത് വരുന്നത്. അതൊക്കെ ഇങ്ങനെ ഓരോ പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഗൗനിക്കത്തക്ക ഒന്നല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മളിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നൊരു സാഹചര്യമാണ് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ അതിനകത്തൊക്കെ പല ആളുകളും അതിനെ പല കോണുകളിൽ നിന്ന് സമീപിക്കുന്നതുകൊണ്ട് ഞാനൊരു നെഹ്റുവിൻ്റെ റെഫറൻസ് ഉൾപ്പെടെ പറഞ്ഞു എന്നുള്ളൂ. ഇനി അത് വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ചരിത്രത്തിലുണ്ട്. ഇപ്പോൾ ഒരു ഇസ്ലാം മതമാണ് ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ, വിശ്വാസി എന്നുള്ളതിൽ ഞാൻ എൻ്റെ മനസ്സിൽ പ്രവാചകൻ്റെ ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നു. അദ്ദേഹവും ഒരു വിരുദ്ധ വിഭാഗത്തിൽ പ്രവാചകൻ അനഭിമതനായിരുന്നൊരു ഗോത്രത്തലവനെയൊക്കെ പ്രവാചകൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ സ്വീകരിച്ചിരുത്തുകയും അദ്ദേഹത്തെ ശ്രവിക്കുകയും അദ്ദേഹത്തെ ഉപചാര മര്യാദകൾ നൽകി പറഞ്ഞേക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ലോകത്തെ എല്ലാ റൂളേഴ്സും
സ്റ്റേറ്റ്സ്മാൻഷിപ്പുള്ള ആളുകൾ എല്ലാ കാലത്തും അങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ അന്വേഷിച്ചാൽ എല്ലാ ലോകത്ത് ആഘോഷിക്കപ്പെട്ട അല്ലെങ്കിൽ ജനപ്രിയരായ അല്ലെങ്കിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന എല്ലാ ഭരണാധികാരികളുടെ ഇടയിലും അത്തരത്തിലൊക്കെയുള്ള പ്രീസിഡൻസുകളുണ്ട്. ഈ കോൺഗ്രസിൻ്റെ അകത്തുനിന്നും പരസ്യമായ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ വരുമ്പോൾ അതിനെതിരെ നടപടി വേണ്ടതല്ലേ? പാർട്ടിയോട് അങ്ങനെ ആവശ്യം ഉയർത്തുന്നുണ്ട്. അത് പിന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയാൻ ആളല്ല. ഞാനിതിൻ്റെ ഒരു നയപരമായ വിഷയത്തിലുള്ളൊരു ക്ലാരിറ്റി വരുത്തി എന്ന് മാത്രം. അത് ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തോട് സ്വീകരിക്കേണ്ട ഉപചാര മര്യാദകൾ അതൊരു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അത് ഓരോരുത്തരുടെയും ഒരു എന്താ പറയുക, ഒരു കൾച്ചറും കസ്റ്റമും സിസ്റ്റവും ഒക്കെയാണത്. അത് നമ്മൾ പൊതുവെ സ്വീകരിച്ചു പോരുന്ന രീതി അതാണ്. അതിൽ പൊതുവെ ഈ NDA കൺവീനർ കൂടിയ തുഷാർ വരുമ്പോൾ നേരത്തെ മുഖ്യമന്ത്രി ആവുന്നത് മുതൽ VD സതീശനെ ഈ RSSുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വലിയ പ്രചാരണം നടന്നിരുന്നു. അതുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് തുടർ പ്രചാരണങ്ങൾ ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ വരവോടുകൂടി നടക്കുന്നത്. അത് ഈ VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു വശത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, സവർണ ബിംബം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള RSSുമായിട്ട് ചേർത്ത് പറയുക, അതെല്ലാ കോൺഗ്രസ് ഹിന്ദു നേതാക്കൾക്കെതിരെയും ശത്രുക്കൾ ഓരോ കാലത്ത് പ്രയോഗിക്കുന്നതാണ് ഈ RSS ബാന്ധവം. പക്ഷെ അത് പറയുമ്പോൾ നേരെ ഇപ്പുറത്ത് അവർ ജമാഅത്ത് ഇസ്ലാമി ബാന്ധവം പറയും. അപ്പം ഇത് ഒന്ന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റും മറ്റൊന്ന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനുമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നിർവീര്യമാവുകയാണ് പതിവ്. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യവും VD സതീശനുണ്ട്. അപ്പോൾ ശത്രുക്കൾ ആ കാര്യത്തിൽ ഒന്നുകൂടി കൃതഹസ്തരാവണം എന്നെനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്.